ഹലോ ഗൈസ്, JCBക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് പേര് നമ്മുടെ ഷോപ്പിൽ വീൽ ബെയറിംഗ് മേടിക്കാൻ വരും. എപ്പോഴും ഫ്രണ്ട് വീല് ഇടയ്ക്കിടയ്ക്ക് ഊരിപ്പോകുന്ന ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അതിന് ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ വീൽ ബെയറിംഗ് അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ലോഡർ നല്ലോണം പ്രസ് ചെയ്ത് തറയിൽ ലോഡ് കൊടുത്ത് ഫ്രണ്ട് വീലെന്ന് പൊക്കിയ ശേഷം ഒന്ന് ഷേക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. ആ ഷേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീൽ ബെയറിംഗ് ലൂസാണ്. ആ വീൽ ബെയറിംഗ് ലൂസാവാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഗീസടി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബെയറിങ് നല്ല തേയ്മാനം വന്നിട്ടാണ് ഈ നല്ല രീതിയിൽ ബെയറിങ് അടഞ്ഞടഞ്ഞ് പോകുമ്പോഴാണ് ഈ വീൽ ഊരി പോണത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷേക്ക് വരുമ്പോൾ തന്നെ അതിൻ്റെ ഗ്രീസിൻ്റെ അടപ്പും കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ബോൾട്ട് എല്ലാം ഊരി അതിൻ്റെ വാഷറും കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റി വെച്ച ശേഷം അതിനകത്ത് ഒരു 46 ഒരു നട്ടാണ് അതിനകത്ത് വരുന്നത്. ആ നട്ട് നമ്മൾ കറക്റ്റായിട്ട് അതിനകത്ത് ലോക്ക് കാണും, ലോക്ക് ചെയ്ത് വെച്ചേക്കും. അതിനകത്ത് അടിച്ച് പഞ്ച് ചെയ്ത് ലോക്കാക്കി വെച്ചേക്കും. ആ ലോക്ക് തട്ടി ഒന്ന് മേലോട്ടാക്കിയതിന് ശേഷം നമ്മൾ 46-ൻ്റെ ബോക്സാണ്, 46-ൻ്റെ ബോക്സും എല്ലാ ആംഗിളും വേണം. എല്ലാ ആംഗിളും അല്ലെങ്കിൽ ടീറാഡോ എന്തെങ്കിലും മതി, എക്സ്റ്റൻഷനും ടീറാഡോ ഒക്കെ ആയാലും മതി. അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ കറക്റ്റ് 46-ൻ്റെ ബോക്സ് ഉണ്ടെങ്കിലും മുറുക്കാൻ പറ്റും. പിന്നെ ചില ചിറ്റിയെല്ലാം കടിച്ച് നമ്മൾ ചിറ്റിയെല്ലാം ഉളിയും വെച്ച് അടിച്ച് മുറുക്കുന്നവരും ഉണ്ട്. എന്നാലും ഇത് കറക്റ്റായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പക്കയായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കറക്റ്റ് എൻ്റെ ടൂൾസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ആ 46-ൻ്റെ ബോക്സ് ഇട്ട് അതിൻ്റെ ഷേക്ക് അനുസരിച്ച് നമ്മളതൊന്ന് ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ഇടയ്ക്കും മടക്കും നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുകയും വേണം. പക്ഷേ ആ ഗ്രീസടി ഇല്ലാത്ത വണ്ടിക്കാണ് കൂടുതലായിട്ട് പെട്ടെന്ന് പോകണം. അല്ലാതെ നല്ല ഓട്ടമുള്ള വണ്ടിക്ക് ചെറിയ ഷേക്ക് വരും. അപ്പം അതിൻ്റെ പിറകിലുള്ള ഗ്രീസിലും കാര്യങ്ങളൊക്കെ നോക്കണം. ഗ്രീസ് അടിക്കുന്ന വെളിയിൽ കൂടെ അപ്പുറത്തെ സൈഡിൽ കൂടെ ചാടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രീസ് നിൽക്കാതെ വരുമ്പോഴും ഇതിങ്ങനെ വരും. അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോണം. അതിന് ശേഷം ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ഈ നട്ട് അതേ കണക്ക് തന്നെ മുറിക്കിയതിന് ശേഷം അടിച്ച് ലോക്ക് ചെയ്ത് കൊടുക്കണം. പഴയ മോഡൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ലോക്ക് ടൈപ്പാണ്, ഒരു പിന്നണക്കുള്ള ഒരു ലോക്കായിരിക്കും, വേറെ ടൈപ്പ് നട്ടും ആയിരിക്കും. ഇത് ഞാൻ പുതിയ മോഡലിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് അതിനകത്ത് ഇതെല്ലാം ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് നല്ലോണം ഫുള്ളായിട്ട് ഗ്രീസ് തള്ളി ഫില്ല് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം നല്ല ഗ്രീസ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കൈ കൊണ്ട് നല്ലോണം തള്ളി പ്രസ് ചെയ്ത് അതിനകത്തോട്ട് ഫുള്ള് ഫില്ലാക്കി നല്ല രീതിയിൽ തള്ളി പ്രസ് ചെയ്ത് ഗ്രീസ് കയറ്റി കൊടുക്കണം. അത് എപ്പോഴും നല്ല രീതിയിൽ ഗ്രീസ് ഫില്ലായിരുന്നില്ലെന്നുണ്ടെങ്കിലാണ് ഈ ബെയറിങ് കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് കൂടുതൽ. അതുകൊണ്ട് കറക്റ്റായിട്ട് ഗ്രീസൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അടപ്പും അതിനകത്തൊരു റബ്ബർ വാഷർ വരും അടപ്പിന്. ഇത് ഏകദേശം 5 ഹോൾ വരുന്നതാണ്. പഴയ മോഡലിനൊക്കെ 3 ഹോളേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ 3 ഹോളാണ്. ഇതിനകത്ത് 5 ഹോൾ വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ വാഷറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഇല്ലെന്നുണ്ടെങ്കിൽ മേടിച്ച് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതിൽ കൂടെ ഗ്രീസ് ലീക്കാവും. ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ കളനെടുക്കാനൊക്കെ പോകുമ്പോൾ JCB തന്നെ വീല് കാണും, അല്ലെങ്കിൽ വല്ലവൻ്റെ പബ്ലിക് പോയി കിടക്കും, പോലീസും പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇതെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്നൊക്കെ ഇങ്ങനെ പ്രശ്നവും കാണത്തില്ല. നമ്മളെ ഷോപ്പിലോട്ട് ഇതിനൊക്കെ സാധനം മേടിക്കുക എപ്പോഴും വരണ്ടിയും വരത്തില്ല. ഇപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം നമ്മളെ ഫോളോ ചെയ്യണേ ഗൈസ്. അങ്ങനെ നമ്മളെ വീലൊക്കെ ഓക്കെയാണ് ഗൈസ്.